യേശു നായകൻ സമാധാനദായകൻ നിനക്കെന്നും ധനമേ. എന്തിനാകുലം കലരുന്നെൻ മനമേ, നിൻ സഹായകനവൻ ശക്തനാകയാൽ നിനക്കു നിർഭയമേ. ലോകപോരീതിലനുദിനം ജയമേ. എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജീവിതത്തിലെ സമാധാനവും സന്തോഷവും. ഇവ രണ്ടും ലഭിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. സമാധാനം കെട്ടുപോയ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എങ്ങും സമാധാനമില്ല. വ്യക്തികളെ നോക്കിയാൽ, കുടുംബങ്ങളെ നോക്കിയാൽ, ഒരു രാജ്യത്തെ നോക്കിയാൽ, എന്തിനേറെ ലോകത്തെ നോക്കിയാൽ എവിടെയും സമാധാനമില്ല. വാസ്തവത്തിൽ ഒരു വ്യക്തിയിലെ സമാധാനമാണ് ആ കുടുംബത്തിന് സമാധാനം നൽകുന്നത്. ആ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സമാധാനമില്ലായ്മ ആ കുടുംബത്തിൻ്റെ മുഴുവൻ സമാധാനവും തകർക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് കുടുംബങ്ങളുടെ സമാധാനമാണ് ഒരു ദേശത്തിൻ്റെ സമാധാനം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പടിപടിയായി ഒരു രാജ്യത്തിൻ്റെ സമാധാനത്തിലേക്കും അതുവഴി ലോക സമാധാനത്തിലേക്കും ഒക്കെ നീങ്ങുന്നത് അടിസ്ഥാനം എന്ന് പറയുന്നത് വ്യക്തികളിലെ സമാധാനമാണ്. എന്നാൽ വ്യക്തി ജീവിതങ്ങളിൽ സമാധാനമില്ല. നമ്മുടെ നാട് എടുത്തു നോക്കുക. നമ്മുടെ ഉള്ളിൽ തന്നെ പലപ്പോഴും സമാധാനം നഷ്ടപ്പെടുന്ന സ്ഥിതിയില്ലേ? പല വിധത്തിലുള്ള കാരണങ്ങളാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടാം. നിത്യജീവിതത്തിലെ പലവിധ കാരണങ്ങൾ കൊണ്ട് സമാധാനം നഷ്ടപ്പെടുന്നവരാണ് നാം ഓരോരുത്തരും. നമ്മെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളും, നമ്മെ കാണുമ്പോൾ വളരെ സന്തോഷത്തോടെ നമ്മോട് ഇടപെടുന്ന നമ്മുടെ പരിചയക്കാരുമൊക്കെ എല്ലായ്പ്പോഴും സമാധാനം അനുഭവിക്കുന്നവരാണെന്നാണോ നാം കരുതുന്നത്? ഒരിക്കലുമല്ല എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ട്. അതൊക്കെ തന്നെ മതി നമ്മുടെയൊക്കെ സമാധാനം നഷ്ടപ്പെടുവാനായിട്ട്. പലപ്പോഴും നമ്മുടെ സമാധാനം അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു, സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നു. എങ്ങനെയാണ് ഈ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഒരു പക്ഷേ നമ്മുടെ നഷ്ടങ്ങളെപ്പറ്റിയുള്ള നമ്മുടെ ചിന്തകൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. ദീർഘനാളുകൾ നാം സ്വരൂപിച്ചു വെച്ചത് നഷ്ടപ്പെടുമ്പോഴോ, നമുക്ക് സ്വന്തമെന്ന് നാം വിചാരിച്ചിരുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോഴോ ആ നഷ്ടബോധം നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തി കളയാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വിചാരപ്പെടലുകൾ, ഒരുപക്ഷേ ക്ഷയിച്ചു വരുന്ന നമ്മുടെ ആരോഗ്യത്തെപ്പറ്റിയുള്ള വിചാരപ്പെടലുകൾ, രോഗം മൂലമുള്ള നമ്മുടെ ക്ഷീണവും അതിനെപ്പറ്റിയുള്ള നമ്മുടെ ചിന്താകുലങ്ങളും ഒക്കെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തി കളയാൻ സാധ്യതയുണ്ട്. നാളെയെപ്പറ്റിയുള്ള ആകുല ചിന്തകൾ, വരുമാന മാർഗങ്ങളെപ്പറ്റിയുള്ള ചിന്താകുലങ്ങൾ, ജോലിയെപ്പറ്റിയുള്ള ടെൻഷനുകൾ, മക്കളെപ്പറ്റി, കുടുംബങ്ങളെപ്പറ്റി, സ്വത്തിനെപ്പറ്റി, അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ ചിന്താകുലങ്ങൾക്കുള്ള ധാരാളം കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതൊക്കെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. വാസ്തവത്തിൽ നമ്മുടെ മനസ്സ് എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊരു കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ പലപ്പോഴും ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക്, അതിൽ നിന്ന് വേറൊന്നിലേക്ക് അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സ്വഭാവമുള്ളതാണ് നമ്മുടെ മനസ്സ്. അതുതന്നെയാണ് പലപ്പോഴും നമ്മുടെ ചിന്താകുലങ്ങളുടെ കാരണമായി തീരുന്നത്. ഈ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ പിടിച്ചു നിർത്തുവാൻ നമുക്ക് സാധിക്കണം. അതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പലപ്പോഴും നമ്മുടെ ആകുല ചിന്തകൾ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളിൽ നിന്നുളവായിട്ടുള്ളതാണ്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, വളരെ പ്രായം ചെന്ന ഒരപ്പച്ചൻ രോഗാതുരനായി കിടക്കയിൽ കിടക്കുകയാണ്. അദ്ദേഹം തൻ്റെ കൊച്ചുമകളെ വിളിച്ചിട്ട് കുടിക്കാൻ അല്പം വെള്ളം എടുത്തു തരാമോ എന്ന് ചോദിച്ചു. കൊച്ചുമകൾ ഉടൻ തന്നെ ഒരു ഗ്ലാസ്സിൽ കുടിക്കാനുള്ള വെള്ളവുമായി ചെന്നപ്പോഴോ അപ്പച്ചൻ്റെ 2 കണ്ണും നിറഞ്ഞൊഴുകുകയാണ്. അപ്പച്ചനോട് കാര്യം തിരക്കിയപ്പോൾ പറയുകയാണ്, കുഞ്ഞേ, നിന്റെ കാലശേഷം ഇനി എനിക്ക് ആരാണ് വെള്ളം എടുത്തു തരുന്നത് എന്ന് ഓർത്തപ്പോൾ കരഞ്ഞു പോയതാ. പലപ്പോഴും നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്നത് ഇതേപോലെയുള്ള ബാലിശമായ ചിന്തകളോ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം. നാം വെറുതെ ചിന്തിക്കുകയാണ്. പലതും നാം ഇതേപോലെ ചിന്തിച്ച് നമ്മുടെ സമാധാനം നാം തന്നെ നഷ്ടപ്പെടുത്തി കളയുന്നു. ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരുമ്പോഴാണ് അത് ചിന്താകുലങ്ങളായി മാറുന്നത്.
എന്ന് നാം സമ്മതിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ഏതൊരു രോഗവുമായി ഡോക്ടറെ സമീപിച്ചാലും ഡോക്ടർ വളരെ വിശദമായി കാര്യങ്ങൾ നമ്മോട് ചോദിക്കും. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അദ്ദേഹം മനസ്സിലാക്കും. അങ്ങനെ രോഗനിർണയം നടത്തി അതിൻ്റെ കാരണത്തെയാണ് ചികിത്സിക്കുന്നത്. ഒരു പനി ബാധിച്ചു ചെല്ലുന്ന ഒരാളിൻ്റെ പനി കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ പോലും ആ പനി ബാധിച്ചതിൻ്റെ കാരണം കണ്ടെത്തി അതിനെ ചികിത്സിക്കുകയാണ് സാധാരണഗതിയിൽ ഡോക്ടേഴ്സ് ചെയ്യാറുള്ളത്. ജീവിതത്തിലെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ നാമും ചെയ്യേണ്ടുന്നത് ഇതേ കാര്യം തന്നെയാണ്. വാസ്തവത്തിൽ ചിന്താകുലങ്ങൾ നിമിത്തം സമാധാനം നഷ്ടപ്പെടുമ്പോൾ യഥാർത്ഥമായ സമാധാനത്തിലേക്ക് വരുവാനുള്ള വഴി എന്താണ്? കുറേ പണം കിട്ടിയത് കൊണ്ട് സമാധാനം ലഭിക്കുമോ? പണച്ചാക്കുകളുടെ മീതെ കിടക്കുന്നവർ സമാധാനമില്ലാതെ നെട്ടോട്ടമോടുകയാണ്. സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി ലോകത്തിൻ്റേതായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. മദ്യപിച്ചാൽ സമാധാനം ലഭിക്കുമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ മദ്യത്തിൻ്റെ കെട്ടുവിട്ട് കഴിയുമ്പോൾ പൂർവാധികം ശക്തിയോടെ പ്രയാസങ്ങളും ചിന്താകുലങ്ങളും മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെ അവർ മുഴുക്കുടിയന്മാരായിത്തീരുന്നു. മറ്റ് വിവിധങ്ങളായ അസാൻമാർഗിക മാർഗങ്ങളിലൂടെ ഒക്കെ പോയി സമാധാനം നേടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെല്ലാം കൂടുതൽ പ്രയാസങ്ങളിലേക്ക് അവരെ വലിച്ചിഴയ്ക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ സമാധാനം ലഭിക്കുവാനുള്ള വഴി എന്താണ്? വിശുദ്ധ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. കർത്താവായ യേശുക്രിസ്തു തിരുവായ്മൊഴിഞ്ഞ കാര്യങ്ങളാണ് നാം ഇവിടെ വായിച്ചത്. തകർന്നുപോയ ജീവിതത്തിന് സമാധാനം നൽകുവാൻ, സന്തോഷം നൽകുവാൻ ഒരേ ഒരുവന് മാത്രമേ കഴിയുകയുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് മുറിക്കകത്ത് ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. നാം വായിച്ച വാക്യത്തിലും അത് തന്നെയാണ് കാണുന്നത്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങാതെ ഇരിക്കുവാൻ, നിങ്ങൾ ഭ്രമിച്ചു പോകാതെ ഇരിക്കുവാനുള്ള സമാധാനം, ദിവ്യമായ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഞാൻ നൽകുകയാണ്. അതാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. എപ്പോഴെങ്കിലും ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുക. വിശ്വാസ കണ്ണുകൾ കൊണ്ട് ആ കർത്താവിനെ നോക്കുമ്പോൾ നമ്മുടെ മുൻപിൽ നാം കാണുന്ന പ്രശ്നങ്ങളുടെ മീതെ നിൽക്കുന്ന ദൈവത്തെ കാണുവാൻ നമുക്ക് സാധിക്കും. അപ്പോഴാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത്. പലപ്പോഴും നാം കാണുന്നത് നമ്മുടെ മുൻപിലുള്ള പ്രശ്നങ്ങളെയാണ്. ആ പ്രശ്നങ്ങളെ നാം വലുതായി കാണുന്നു, പർവ്വത സമാനമായി കാണുന്നു. നാം മുൻപേ ചിന്തിച്ചതുപോലെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ പ്രതിബന്ധങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ആയിരിക്കാം. അതിനെ നാം പർവ്വതീകരിച്ച് കാണുന്നു. ഇതുകൊണ്ട് ഞാൻ തീർന്നു, സകലവും അസ്തമിച്ചു എന്ന് നാം ചിന്തിക്കുകയാണ്. പക്ഷേ കർത്താവ് നമ്മോട് പറയുകയാണ്, കുഞ്ഞെ, നിന്നെ സമാധാനിപ്പിക്കുവാൻ എനിക്ക് സാധിക്കും, എനിക്കും മാത്രമേ സാധിക്കുകയുള്ളൂ. നീ അനുഭവിക്കുന്ന പ്രയാസം എന്ത് തന്നെ ആയിരുന്നാലും, എന്ത് ചിന്താകുലം നിനക്കുണ്ടായിരുന്നാലും, അതിൻ്റെ മധ്യത്തിൽ നിന്നെ വിടുവിക്കുവാനും നിനക്ക് സമാധാനം നൽകുവാനും മറ്റാർക്കും കഴിയുകയില്ല. പക്ഷേ നിന്നെ സഹായിക്കുവാൻ എനിക്ക് സാധിക്കും. ഇത് വിശ്വസിക്കുവാൻ നിനക്ക് കഴിയുമോ? വാസ്തവത്തിൽ ഇത് നമ്മോട് ഓരോരുത്തരോടുമുള്ള ചോദ്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആ യേശു ക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമയായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ സമാധാനവും സന്തോഷവും വലിയവനായ ദൈവം ജീവിതത്തിൽ നൽകിത്തരും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് നാം 121-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല എന്നുള്ളത്. ഇന്ന് രാവിലെ എന്തെല്ലാം കാരണങ്ങളാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നുവെങ്കിലും അതെല്ലാം വലിയവനായ ദൈവത്തോട് പറയുവാൻ നമുക്കിടയാകട്ടെ. അപ്പോൾ നമ്മുടെ അരികിൽ നിൽക്കുന്ന വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം കാണുവാൻ നമുക്കിടയായിത്തീരും. ആ കരങ്ങൾ നമ്മുടെ കണ്ണുനീർ ഒപ്പുന്നത് കാണുവാനിടയായിത്തീരും. നമ്മെ തലോടുന്നത് അനുഭവിച്ചറിയുവാനിടയായിത്തീരും. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തന്ന് നമ്മെ സഹായിക്കുന്ന സ്വർഗീയമായ കരത്തിൻ്റെ ശക്തി നമുക്ക് കാണുവാനിടയായിത്തീരും. അപ്പോൾ സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്ന പർവ്വത സമാനമായ പ്രശ്നങ്ങളെക്കാൾ ഉപരിയായി പ്രശ്നത്തിൻ്റെ മീതെ നിൽക്കുന്ന അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവായ വലിയവനായ ദൈവത്തിൻ്റെ തേജസ് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം
നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വലിയവനായ ദൈവം നൽകിത്തരും. അങ്ങനെ ഇന്നത്തെ ദിവസം വലിയ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, പലതുകൊണ്ടും കർത്താവെ ഞങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ചിന്താകുലങ്ങളാൽ ഞങ്ങൾ വല്ലാതെ ഭാരപ്പെടുമ്പോൾ, ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങൾക്ക് സമാധാനം നൽകുന്ന സ്വർഗീയമായ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ പലപ്പോഴും പലതിനെപ്പറ്റി ചിന്തിച്ചും വിചാരപ്പെട്ടും ഇരിക്കുമ്പോൾ ഞങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു. എന്നാൽ ഇന്ന് രാവിലെ ഞങ്ങളുടെ ചിന്താകുലങ്ങളെല്ലാം അവിടുത്തെ മേൽ ഞങ്ങൾ ഇറക്കി വയ്ക്കുകയാണ്. സ്വർഗീയമായ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകണമേ കർത്താവെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനത്താൽ ഞങ്ങളെ ഭരിക്കണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയായിരുന്നാലും അതിൻ്റെ മധ്യത്തിൽ ഞങ്ങൾ തനിയെയല്ല, ഞങ്ങളെ സഹായിക്കുന്ന ഒരുവൻ ഞങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള വലിയ വിശ്വാസം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകി സമാധാനത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നിറച്ച സന്തോഷം നൽകി ഇന്നത്തെ ദിവസം ധൈര്യത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കിയാട്ടെ. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ലോകധനം സൗഖ്യമാർഗമായി കരുതി പോകും നരർക്കുള്ള വിനയ്ക്കില്ലൊരറുതി. ലോകധനം സൗഖ്യമാർഗമായി കരുതി പോകും നരർക്കുള്ള വിനയ്ക്കില്ലൊരറുതി. എന്നാൽ ക്രിസ്തുവിൻ സമാധാനം നിത്യമാം സുഖദാനമരുളും. എന്തിനാകുലം കലരുന്നെൻ മനമേ, യേശു നായകൻ സമാധാനദായകൻ നിനക്കെന്നും ധനമേ. എന്തിനാകുലം കലരുന്നെൻ മനമേ, നിൻ സഹായകനവൻ ശക്തനാകയാൽ നിനക്കു നിർഭയമേ. ലോകപോരിതിലനു